നമ്മുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥയാണ് ഈ സഭയ്ക്ക് നടത്തുന്നത്. നാം ശക്തി പ്രാപിക്കുന്നത് ഒരു ഗർഭപാത്രത്തിൽ ഒരു ശിശുവായിരിക്കുമ്പോൾ ആ ശിശു തനിയെ ഒന്നും ചെയ്യുന്നില്ല. ആ ശിശുവിന്റെ ശക്തി പ്രാപിക്കുന്നത്, ആ ശിശുവിന്റെ ബുദ്ധി ലഭിക്കുന്നത്, ആ ശിശുവിന്റെ വളർച്ച പ്രാപിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും വയറിൽ നാം വരുമ്പോൾ ഒരു പാടുണ്ട്, പൊക്കിൾ എന്ന് പറയും അല്ലേ? അവിടെ ഞാൻ എൻ്റെ വയറിലെ പൊക്കിളിൽ തൊടുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വയറ്റിലുള്ള പൊക്കിളിൽ സ്പർശിക്കുമ്പോൾ എൻ്റെ അമ്മയെ ഞാൻ ഓർമ്മ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ എൻ്റെ അമ്മയുടെ ജീവൻ ഊറ്റിയെടുത്ത വഴിയാണ് ഈ പൊക്കിളിലുള്ള പാട്. ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ എനിക്ക് ജീവൻ ഉണ്ടാകുവാൻ, എനിക്ക് വ്യക്തിത്വം ഉണ്ടാകുവാൻ, എനിക്ക് ബുദ്ധി വികസിക്കുവാൻ, ഞാൻ ഒരു മനുഷ്യനായി തീരുവാൻ വേണ്ടി എന്റെ അമ്മയുടെ ജീവൻ എന്നിലേക്ക് പകർന്ന വഴിയുടെ അടയാളമാണ് ഈ പൊക്കിളിൽ കാണുന്ന, ഈ വയറ്റിൽ കാണുന്ന ചെറിയ പാട്. ഞാൻ പുറത്തേക്ക് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആ പൊക്കിൾ കൂടി മുറിച്ച് കളയുന്നു. പിന്നെ ഞാൻ മറ്റു കാന്തങ്ങളിലൂടെ വളരുന്നു. അപ്പോൾ എന്റെ അമ്മയിൽ നിന്ന് ജീവൻ എനിക്ക് ലഭിക്കുവാൻ കഴിഞ്ഞ പൊക്കിൾ കൂടി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ ജീവൻ പ്രാപിക്കുവാൻ അമ്മയിൽ നിന്ന് ജീവൻ സ്വീകരിച്ച വഴി. വാസ്തവത്തിൽ ഇതൊരു ഈ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഗർഭപാത്രമാണ്. ദൈവത്തിന്റെ ജീവൻ ശിശുപ്രായത്തിലായിരിക്കുന്ന വിശ്വാസത്തിൽ ശിശുപ്രായത്തിലായിരിക്കുന്ന നമ്മിലേക്ക് ദൈവത്തിന്റെ ജീവൻ പകരുന്ന പൊക്കിൾ കൂടിയാണ് വചനവും സാക്രമെന്റും. ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് പകരുന്ന, അമ്മയുടെ ജീവൻ നമ്മിലേക്ക് പകരുന്ന പൊക്കിൾ കുഴി പോലെയാണ് ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് പകരുന്ന ആ മഹാവരം വചനവും സാക്രമെന്റും. ഇത് ഇല്ലായെങ്കിൽ, ഈ വചനവും സാക്രമെന്റും എന്ന ബന്ധം നമുക്കില്ലായെങ്കിൽ നാം ഗർഭപാത്രത്തിൽ തന്നെ നാം മൃതപ്രായരായി മരിച്ചു. അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ ജീവാവസ്ഥയ്ക്ക് അമ്മയിൽ നിന്ന് ജീവൻ പകർന്നില്ലെങ്കിൽ ആ ജീവൻ പോഷിപ്പിക്കില്ല, അപരിച്ചിട്ട് കലങ്ങിപ്പോകും, ജീവനില്ലാതെ. അപ്പോൾ ദൈവത്തിന്റെ ജീവൻ നാം സഭയിൽ നിന്ന് പ്രാപിക്കുന്നില്ലായെങ്കിൽ, വചനത്തിലൂടെയും ശാസ്ത്രത്തിലൂടെയും പ്രാപിക്കുന്നില്ലായെങ്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. അവിടെ തന്നെ നാം മരിച്ച അവസ്ഥയിലേക്ക് പോകും. നാം ആത്മാവിൽ മരിച്ച അവസ്ഥയിലേക്ക് നാം അങ്ങനെ ഒരു വലിയ അനുഗ്രഹകരമായ ഒരു ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു അനുഗ്രഹകരമായ ഒരു അവസരമാണ് ഈ സഭയായി നമുക്ക് കൂടി വരിക എന്ന് പറയുന്നത്. ഇത് നിസ്സാരമല്ല. ഇത് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. പലരും ഞായറാഴ്ച രാവിലെ എവിടെയെങ്കിലും പോകുകയാണ്, പലരും പോയാൽ മതിയല്ലോ. പോരാ, ജീവിതത്തിന് ശക്തി വേണമെങ്കിൽ, ജീവിതത്തിന് വിശ്വാസത്തിന് സ്ഥിരത വേണമെങ്കിൽ, ഊർജ്ജസ്വലത വേണമെങ്കിൽ, ജീവൻ വേണമെങ്കിൽ സഭയുടെ ആരാധനയെ നാം ദൈവത്തെയാണ്. കാരണം ദൈവത്തിന് ശിശുപ്രായരായിരിക്കുന്ന, വിശ്വാസത്തിൽ ശിശുക്കളായിരിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ മാതാവിൽ നിന്ന് ജീവൻ പകരുന്ന ഗർഭപാത്രത്തിലെ സംരക്ഷണമാണ് നമുക്ക് ഈ സഭയിൽ ലഭിക്കുന്നത്. ദൈവത്തിനുള്ള വലിയൊരു സംവിധാനം. ദൈവത്തിന് നന്ദി പറഞ്ഞേ മതിയാണ്. അതുകൊണ്ട് ഈ കുടിവരവ് നല്ലതാണ്, ഈ കുടിവരവ് അനുഗ്രഹകരമാണ്. ദൈവത്തിനോട് നൂറുകോടായും സ്തുതി സ്തോത്രം അർപ്പിക്കുന്ന ഈ അവസരത്തിനായി വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയാവുന്ന ദൈവം നമ്മുടെ ശക്തീകരിക്കട്ടെ. ഈ സഭ കൂടുതൽ അനുഗ്രഹത്തോടെ ഇവിടെ ശിശുക്കളായിരിക്കുന്നവർക്ക് ജീവൻ പകരത്തക്ക വിധത്തിൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ പരിശുദ്ധാത്മാവാൻ ബലപ്പെടുത്തിക്കാവുന്നതാകട്ടെ. സകലം ചെയ്യും നമ്മളുടെ സമാധാനം ഹൃദയങ്ങളിലെയും മുകളിലെയും ക്രിസ്തുയേശുവിൽ കാക്കുന്നതാകട്ടെ. ആമേൻ. Yeah.
Hallelujah.